നമസ്കാരം. ഞാൻ ഡോക്ടർ ആതിര. റീസെന്റ് ആയിട്ട് ന്യൂസിൽ തിരുവനന്തപുരത്ത് ഓരോ ഹോസ്റ്റലിൽ 6 പേർക്ക് കോളറ പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനിൽ കോളറ രോഗം എന്താണ്, അതെങ്ങനെ പകരുന്നു, അതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, രോഗപ്രതിരോധമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചികിത്സ പ്രകാരം എന്നൊക്കെ പറയുന്ന വളരെ ചെറുതായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അക്യൂട്ടായിട്ടുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് കോളറ എന്ന് പറയുന്നത്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് രോഗകാരണം. ഇതിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണം എന്ന് പറയുന്നത് അതിസാരം തന്നെയാണ്. കഞ്ഞിവെള്ളം പോലെ മലം പോവുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അനായാസകരമായി ഉണ്ടാകുന്ന ഛർദി, എഫോർട്ട്ലെസ് ആയിട്ട് വോമിറ്റിംഗ് ഉണ്ടാകുന്നതും ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. രോഗം ബാധിച്ച ആളുടെ മലമൂത്ര വിസർജനത്തിലൂടെയാണ് ഓർഗാനിസം എൻവയോൺമെന്റിലേക്ക് എത്തുന്നത്. ഈ ആൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റിൽ നിന്ന് പോകുന്ന കണക്ഷൻ പൈപ്പുകളിൽ എന്തെങ്കിലും ബ്രേക്കേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ മലമൂത്ര വിസർജനം ഡയറക്റ്റ് ആയിട്ട് ജലസ്രോതസ്സുകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത ആസ്യൂഷ്വലി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുവഴി രോഗമുണ്ടാകാം. അതല്ലാതെ ഈച്ചയോ പ്രാണികളോ മറ്റും ഈ മലമൂത്ര വിസർജനത്തിൽ വന്നിരുന്നതിന് ശേഷം അത് വന്ന ആഹാര സാധനങ്ങളിൽ ഇരിക്കുകയും അത് നമ്മൾ ഭക്ഷിക്കുന്നതിൽ മൂലം ഡയറക്റ്റ് ഉണ്ടാകാം. പിന്നെ സീ ഫുഡ് പോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് കുക്ക് ആവാത്തതാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ വിബ്രിയോ കോളറയുടെ ചാൻസ് പ്രസൻസ് ഉണ്ടെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ചില ഹോട്ടൽസും തട്ടുകടയിലൊക്കെ ഇപ്പം നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ മഗ്ഗും പൈപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് രോഗബാധയുള്ള ഒരാൾ യൂസ് ചെയ്തത് ആയിട്ടാണ് നമ്മൾ പിന്നീട് യൂസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആഹാരത്തിലൂടെയോ ജലത്തിലൂടെയോ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ബാക്ടീരിയ ചെറുകുടലിലേക്ക് എത്തുന്നു. ചെറുകുടലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. വയറിൽ നിന്ന് ദഹിച്ചു വരുന്ന ആഹാരത്തിനെ ആഗിരണം ചെയ്തെടുക്കുക എന്നൊരു ഫംഗ്ഷനാണ് ചെറുകുടലിനുള്ളത്. ഈ വരുന്ന ബാക്ടീരിയ നമ്മുടെ ചെറുകുടലിൽ ഒരു എൻഡ്രോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു സൈക്ലിക് AMP എന്ന് പറഞ്ഞ എൻസൈമിനെ ഉണ്ടാക്കുന്നത് വഴി റേറ്റ് ഓഫ് സെക്രീഷൻ കൂടുകയും റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ കുറയുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, പ്രോട്ടീൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അയോൺസ് എല്ലാം തന്നെ വാട്ടറി ഡയറി ആയിട്ട് ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ഉണ്ടാകുന്നത്. ഫീസസ് മെയിൻ ആയിട്ട് പറയുന്നത് വരുന്ന ഫീസസ് എന്ന് പറയുന്നത് നല്ല ടേർബിഡ് ആയിരിക്കും, ലൂസ് ആയിട്ടുള്ള സ്റ്റൂൾ ആയിരിക്കും. അതിൽ സ്റ്റൂളിന്റെ കണ്ടന്റേ ഉണ്ടാവില്ല. റൈസ് വാട്ടർ സ്റ്റൂൾ എന്ന് തന്നെയാണ് കറക്റ്റ് ആയിട്ടും പറയുന്നത്. കൂടെ വൊമിറ്റിംഗും ഉണ്ടാകും. ഒന്നുമില്ലെങ്കിൽ ഡയറിയുടെ കൂടെ വൊമിറ്റിംഗ് അല്ലെങ്കിൽ ഡയറിക്ക് ശേഷം വൊമിറ്റിംഗ് വരുന്നതാണ് കോളറയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ അസുഖം ബാധിച്ചു കഴിഞ്ഞ ഉടനെ ലക്ഷണങ്ങൾ കണ്ടില്ലെന്ന് വരാം, അല്ലെങ്കിൽ രോഗബാധ ഉണ്ടായതിന്റെ അന്ന് മുതൽ 5 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കാണാം. മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് റൈസ് വാട്ടർ സ്റ്റൂൾ തന്നെയാണ്. കഞ്ഞിവെള്ളം പോലെ തന്നെ വയറിളക്കി പോകുന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് പറയുന്നത്. പിന്നീട് പറയുന്നത് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതാണ്. ചെറിയ ഡീഹൈഡ്രേഷൻ നമുക്ക് നാവിന്റെ വരൾച്ചയിലൂടെയൊക്കെ ചെറിയ ഡീഹൈഡ്രേഷൻ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്ന യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ ആന്റിമൈക്രോബിയൽസ് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ സ്റ്റൂൾ കറക്റ്റ് ആയിട്ട് എക്സാമിൻ ചെയ്തിട്ട് അതിനുള്ളിൽ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്തിരിക്കണം. പിന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേ ലക്ഷണങ്ങളോട് കൂടി വരുന്ന മറ്റൊരു അസുഖമാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ കോളറയിൽ നമ്മൾ വയറിളകി പോകുന്നതും വേദനാരഹിതമായിട്ടാണെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പോലുള്ള കണ്ടീഷനിൽ വേദനയോട് കൂടിയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ വോമിറ്റിങ്ങിന് ശേഷമായിരിക്കും അതിസാരം ഉണ്ടാകുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ട്രീറ്റ്മെന്റിന്റെ സമയം വരുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസും വരുന്നുണ്ട്. ട്രീറ്റ്മെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ORS സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് ഫ്ലൂയിഡ് ബാലൻസ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു 50 to 60 ml എങ്കിലും യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കണം. അതല്ല എന്നിട്ടും ഡീഹൈഡ്രേഷൻ പെർസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ ആന്റിമൈക്രോബിയൽസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡയറ്റിക് മാനേജ്മെന്റ് ആണ്. കോളറ എന്നുള്ളൊരു രോഗം ഡയഗ്നോസ് ചെയ്ത ആൾ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആളിന് ഡയറിയ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതാണെങ്കിലും ആവശ്യത്തിനനുസരിച്ച് ആൾക്ക് കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ചെറിയ കുഞ്ഞുങ്ങളാണ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ ഡിമാൻഡിനനുസരിച്ച് ബ്രസ്റ്റ് ഫീഡും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്, കോക്കനട്ട് വാട്ടർ, നമ്മുടെ കരിക്കിന്റെ വെള്ളം, ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസസ് എല്ലാം തന്നെ കൊടുക്കാവുന്നതാണ്. ബനാന പോലെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ മലം കുറച്ചും കൂടെ സോളിഡ് ആയിട്ട് കുറച്ച് കട്ടി ഉണ്ടായി രൂപപ്പെട്ടു വരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫയബിൾ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ടത് അടുത്തുള്ള ഹെൽത്ത് അതോറിറ്റീസിനെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഹെൽത്ത് അവയർനെസ് ക്ലാസ്സസും മറ്റും കണ്ടക്ട് ചെയ്തിട്ട്
രോഗപ്രതിരോധത്തിന്റെ ആവശ്യകതയെ പറ്റിയുള്ള ക്ലാസ്സുകളും മറ്റും സംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രധാനമായിട്ടും വേണ്ടത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ്. അതുപോലെ തന്നെ ജലസ്രോതസ്സുകളും മറ്റും മലിനമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാരണമാണ്. ക്ലോറിനേഷൻ അല്ലെങ്കിൽ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാരണമാണ്. ORS എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതുവഴി മോർട്ടാലിറ്റി റേറ്റ് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും, ഡീഹൈഡ്രേഷൻ കുറയ്ക്കുന്നത് വഴി. പിന്നീട് പറയുന്നത് ഫ്ലൈ പ്രൂഫിംഗ് പോലുള്ള കാര്യങ്ങൾ കിച്ചണിലും കണ്ടെയ്നേഴ്സിനും മറ്റുമൊക്കെ ഫ്ലൈ പ്രൂഫിംഗ് ചെയ്യാവുന്നതാണ്. ഡെൽറ്റാമെട്രിന്റെ സ്പ്രേ ഒക്കെ നമ്മൾ ഈ കൊതുക് പോലുള്ള ജീവികളുടെ പ്രജനന സ്ഥലത്തുമൊക്കെ ഡെൽറ്റാമെട്രിൻ സ്പ്രേ ചെയ്യുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ജലസ്രോതസ്സുകളും അൾട്ടിമേറ്റ് ആയിട്ട് സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുക അല്ലെങ്കിൽ ക്ലോറിനേഷൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജാഗ്രതയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. കൊളറ പോലുള്ള അസുഖങ്ങൾ പടരുന്നത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ള രോഗം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ചികിത്സാക്രമങ്ങൾ പോലെയോ അതിന്റെ പ്രോട്ടോകോൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രോഗം വരാതെ നോക്കുക എന്നുള്ളത്. പ്രതിരോധത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. വേറെ ആരെങ്കിലും ചെയ്യും എന്ന് കരുതി ഒഴിവാക്കാതെ നമ്മൾ തന്നെ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ഉറപ്പുവരുത്തുക എന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഭയപ്പാടല്ല ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി, നമസ്കാരം.